ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ഷീബ മേരി. അന്നാസ് ഹോം ഗാർഡൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അയക്കേണ്ട ജർബറ ചെടികളെല്ലാം തിങ്കളും ചൊവ്വയായിട്ട് അയച്ച് തീരും. നമുക്കൊരു 250 പ്ലാന്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച അയക്കേണ്ടതായിരുന്നു. എനിക്ക് കാലിന് കുറച്ച് പ്രശ്നം പറ്റിയത് കൊണ്ടാണ് ലേറ്റായത്. അതൊക്കെ നമുക്ക് തിങ്കളും ചൊവ്വയായിട്ട് അയക്കാനുള്ള എല്ലാവർക്കും അയച്ച് തീരും. ഇപ്പം നമ്മൾ പുതിയ ജർബറയുടെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുവാണ്. പുതിയ കുറേ കളറുകൾ നമുക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളറുകളാണ് നമുക്ക് ഇത്തവണ വന്നേക്കുന്നത്. നല്ല ടൈപ്പ് ഓറഞ്ച്, റെഡ്, ഡബിൾ ഷെയ്ഡുകളൊക്കെ ഉണ്ട്. പിന്നെ പലരും ചോദിക്കുന്നൊരു സംശയമാണ്, ഇതെന്ത് ടൈപ്പ് ജർബറയാണെന്ന്. ഇത് നമ്മൾ കട്ട് ഫ്ലവർ ടൈപ്പാണ്, അതായത് പൂവിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് വരുന്ന ടൈപ്പ് ജർബറയാണ്. പൂവ് നല്ല വലിപ്പമായിരിക്കും, തണ്ടിന് 1 മീറ്ററോളം നീളം ഉണ്ടാവും. അതാണ് കട്ട് ഫ്ലവർ ജർബറ. പിന്നെ പ്ലാന്റ് കൈ കിട്ടിക്കഴിയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, ഇത് എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് നടേണ്ടത് എന്ന്. പ്ലാന്റ് നടേണ്ട രീതി, നിങ്ങൾക്ക് പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം വേര് നിർത്തി ബാക്കി പകുതിയോളം ലീഫ് ഒന്നിച്ച് കൂട്ടിപ്പിടിച്ചിട്ട് പകുതി ഇലകൾ കട്ട് ചെയ്ത് കളയണം. പകുതി ഇലകളും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ചെടി നിങ്ങൾ സാഫ് പോലുള്ള എന്തെങ്കിലും ഒരു ഫംഗിസൈഡിൽ മുക്കിയതിന് ശേഷം നിങ്ങൾക്ക് പോട്ടിംഗ് മിശ്രിതത്തിൽ നട്ടുവയ്ക്കാവുന്നതാണ്. ആദ്യത്തെ ഒരാഴ്ച ഒന്ന് തണലിൽ നട്ടുവയ്ക്കുക. ആ ഒരാഴ്ച ഒരു ദിവസം ഒരു നേരം വെച്ച് വെള്ളം നനച്ചാൽ മതി. തുടർന്ന് പുതിയ ഇലകൾ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പകുതിയോളം ഇലകൾ വെട്ടിക്കളയുന്നത്. നല്ല രീതിയിൽ പിടിച്ച് നിങ്ങൾക്ക് കിട്ടും. പകുതിയോളം ഇല വെട്ടിക്കളഞ്ഞാൽ നിങ്ങൾ പ്ലാന്റ് മേടിക്കുന്ന ആർക്കെങ്കിലും എത്രത്തോളം റൂട്ട് വെട്ടിക്കളയണം, എത്രത്തോളം ലീഫ് വെട്ടിക്കളയണം എന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ അത് വെട്ടി അയച്ചു തരാൻ പറഞ്ഞാൽ മതി. ഞങ്ങൾ തന്നെ ആവശ്യത്തിന് റൂട്ടുകൾ വെട്ടി ലീഫും കട്ട് ചെയ്ത് ഞങ്ങൾ അയച്ചു തരും. പിന്നെ ഇത്തവണ മുതൽ ഓരോ ചെടിയുടെയും പൂവ് അതിൽ തന്നെ ആയിരിക്കും നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ ബോക്സിൻ്റെ നീളം ഒന്നും കൂടി ഒന്ന് കുറയ്ക്കും. ആ നീളം കുറയ്ക്കുന്നുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീളമുള്ള ഇലകൾ കുറച്ച് ഫോൾഡ് ചെയ്ത് വെക്കും. കാരണം നമ്മളുടെ DTDC പുതിയൊരു സ്ഥലത്താണ് ഞങ്ങൾ DTDCക്ക് ഇപ്പം പ്ലാന്റുകൾ കൊടുക്കുന്നത്. അവിടെ നമുക്ക് ബോക്സിൻ്റെ വലിപ്പത്തോടൊപ്പം അവർ വോളിയം ചെക്ക് ചെയ്യും. വോളിയം ചെക്ക് ചെയ്യുമ്പോൾ ബോക്സിൻ്റെ നീളത്തിനും എക്സ്ട്രാ കാശാവും. അപ്പോൾ അതും കൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊറിയർ ചാർജ് ഇനത്തിൽ മേടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലീഫുകൾ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കും. ആ ഫോൾഡ് ചെയ്ത് വയ്ക്കുന്ന ലീഫ് നിങ്ങൾ കട്ട് ചെയ്യേണ്ട ലീഫ് തന്നെയാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവും സംഭവിക്കുന്നതല്ല. പിന്നെ പ്ലാന്റ് കൈ കിട്ടിക്കഴിയുമ്പോൾ ആ പ്ലാന്റ് എടുത്ത് നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം, ലീഫുകൾ കട്ട് ചെയ്തതിന് ശേഷം, വേരും കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം ഫുള്ളായിട്ട് ഒരു ബക്കറ്റിലോ ബേസണിലോ വെള്ളം എടുത്തതിന് ശേഷം ചെടി ഫുള്ളായിട്ട് ഇലയും റൂട്ടും എല്ലാം ചേർന്ന് വെള്ളത്തിലൊന്ന് താഴ്ത്തി വെക്കണം. താഴ്ത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾ നട്ടാലും മതി. അന്ന് നടാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് പിറ്റേ ദിവസം നിങ്ങൾ നട്ടാലും മതി. ചെടി നന്നായിട്ട് തന്നെ ഇരിക്കും. ആദ്യത്തെ ഒരാഴ്ചയോളം നല്ല തണലിൽ തന്നെ ചെടി നട്ട് വെക്കണം. പോട്ടിംഗ് മിശ്രിതത്തിൽ മാക്സിമം കൂടുതലായിട്ട് ചാണകപ്പൊടിയൊന്നും ഉൾപ്പെടുത്താതിരിക്കുക. അപ്പോൾ ചാണകപ്പൊടിയൊക്കെ കൂടിപ്പോയാൽ ചെടി ചിലപ്പം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മണ്ണും മണലും ചകിരിച്ചോറ് ഉപയോഗിക്കാതിരിക്കുക. കുറച്ച് ചാണകപ്പൊടിയും ചേർത്ത് മാത്രം നടുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീട്ടിലൊരു 10 ജർബറകളുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പൂ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൂ തീരുമ്പോൾ ഒരു പൂ വരും.